ഇന്നലെ പകല് കോളേജിലൊരു അടി ഉണ്ടായി. ഒത്തിരി അടി കൊണ്ടു പാവം. ആഹാരം ആണെങ്കിലും ഒന്നും കഴിച്ചിട്ടുമില്ല. അടി കഴിഞ്ഞപ്പോ തുടങ്ങി ചെറിയൊരു ചൂടും പനിയും. കുളിരുണ്ടോ? ഉണ്ടേ. ഇന്നലെ രാത്രിയായപ്പോ പനി അങ്ങ് വല്ലാതെ കൂടി. അവിടെ ബോധം കെട്ട് കിടക്കുക. അല്ല, ഇവനിടയ്ക്കിടയ്ക്ക് ബോധക്കേട് ഉണ്ടാവാറുണ്ടെന്ന് പറയുകയാണ്. ഓ മൈ ഗോഡ്, ഇതല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ. മലേറിയ ആണോന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തു കളയാം. ഇഞ്ചക്ഷനോ? അതെ, ഇഞ്ചക്ഷൻ തന്നെ. എന്തൊരു പുലിവാലായത്. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. അത് നീയാണ് വിശ്വസിക്കുന്നത്. എടാ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ കാണും. നിനക്കതൊക്കെ പറയാം. കുത്തുകൊള്ളുന്ന എനിക്കല്ലേ. എന്താ ഇതിനു മുമ്പ് കുത്തിവെച്ചിട്ടില്ലേ? പെൻസിലും കുത്തിവെച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ല, ഇല്ല. കറക്റ്റ്. വരൂ, കാണിച്ചു തരാം. വരൂ വരൂ. വരൂ 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 വരൂ. കിടക്കൂ. അയ്യോ, കയ്യിൽ വേണ്ട, കൈ തളർന്നു പോകും. നമുക്ക് പൃഷ്ഠത്തിനായി കളയാം. കിടക്കൂ. അപ്പൊ കാലോ? നോ മോർ ക്വസ്റ്റ്യൻസ്. കിടക്കൂ. പാൻ്റ് അഴിക്കൂ. കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആവി പിടിക്കണം. പാൻ്റ് ഇറക്കൂ. ഇറക്കൂ. അയ്യോ, നിലവിളിക്കാണോ? അവന്റെ ഒരു കരച്ചില്. അയ്യോ അയ്യോ. എന്താടാ എന്ത് പറ്റി? എന്നെ കുത്തിവെച്ചു. ഇളിച്ചോണ്ടെന്നാ മതിയോ? ചേച്ചിക്കൊല്ലെ മരുന്നും കൊടുക്കണ്ടേ? ബോധം വീണോ? ഞാൻ നോക്കാൻ പോയില്ല. അതിനെന്താ, നമുക്ക് വിളിച്ചാണത്താ അല്ലേ? കുത്തിവെച്ചപ്പോ ഉള്ള ചൂടുകൂടെ പോയിന്നാ തോന്നി. ഐസ് വലിയിരിക്കണു. ഒന്ന് തൊട്ട് നോക്കിയേ. പോടാ പോടാ, പോയി വല്ല മരുന്നെങ്ങനെ കൊടുക്കാൻ നോക്ക്. ചേച്ചി, ആ മരുന്ന് കുടിക്ക്. ഈ മരുന്ന് കുടിച്ചാലുണ്ടല്ലോ പനിയൊക്കെ മാറും. പനിയൊക്കെ മാറും. ഞാനില്ലേ പറയുന്നേ. നോക്ക് ചേച്ചി, ചേച്ചി ചേച്ചി. മരുന്ന് കുടിച്ചപ്പ നല്ല മധുരമുള്ള മരുന്നല്ലേ? വെള്ളം വെള്ളം വെള്ളം. ചേച്ചി കിടക്കാം. ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി പതുക്കെ. എടാ, നീ ഒന്ന് ബെഡ്ഷീറ്റ് വെച്ചേ. ചേച്ചി ഒന്ന് പതുക്കെ എണീക്ക്. പതുക്കെ എനിക്ക് എണി മെല്ലനെ. ചേച്ചി കിടക്കെ പോയി. എടാ, പുറത്തും എടുത്തേ. ഒന്ന് വേഗം ഇരിക്കണം. ചേച്ചി ഇതേ, ഇനി ചേച്ചി കിടന്നേ പനിയൊക്കെ മാറും. ജോർജ് കുട്ടി ഏതായാലും രക്ഷപ്പെടും. ഇനിയിപ്പോ എന്തോന്ന് പ്രതികാരം? ഈ വയ്യാവയിലൊന്ന് തലേന്ന് ഒഴിഞ്ഞാ മതി. അസുഖം മാറിയാലേ ഒന്ന് പറഞ്ഞു വിട്ടാലോ? ജോർജ് കുട്ടി രക്ഷപ്പെടുമെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? പുറത്ത് വിട്ടാ അവള് പോയി പോലീസിൽ പറഞ്ഞാലോ? വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയാമെന്ന് പറയാൻ. ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയാൻ. നമുക്ക് കരഞ്ഞ് കാല് പിടിക്കാം. കരയുന്ന കാര്യം ഞാൻ ഏറ്റു. ആരും ഇപ്പൊ കരയാനും കാല് പിടിക്കാനൊന്നും പോണ്ട. എന്ത് വേണമെന്ന് ഞാൻ പറയാം. 2 ദിവസം കഴിയട്ടെ.
പറഞ്ഞ് പിടിക്കുന്നു. ശരി, ഒരുമാതിരി വർത്താൻ പറഞ്ഞിട്ടല്ലോ. വലിച്ചെടുത്തോളം മതി. ഒക്കെ നിർത്തി. മതിയായി. എന്റെ അമ്മോ. അയ്യോ, എന്റെ അമ്മോ. കാലമാണ് ഡോക്ടർ. അയാൾക്ക് സ്ഥലം പോവാണ്. നീ പോടാ അവിടുന്ന്. എനിക്കല്ലേ എന്റെ വേദന അറിയാം. അതിന്റെ വേദന പോണേ മതി. പതുക്കെ ചെയ്യടാ. ഓ എന്റെ അമ്മോ, ഒന്ന് പതുക്കെ ചെയ്യടാ. ഓഹോ എന്റെ അമ്മോ. പതുക്കെ ചെയ്യടാ. ചേച്ചി, ഇന്നലെ ചേച്ചിക്ക് അവരെ എന്നെയാ കുത്തിവെച്ചത്. ഒരു വേദന. പനി പോയോ? ആ, പനി പോയല്ലോ. എടാ, പനി പോയി. ഒട്ടും ചൂടില്ല. ഇച്ചിരി ചായ കുടിക്കാം. ചായ എടുത്തോ. ചേച്ചി വരും. ഒരു ചായ കുടിച്ചാലുണ്ടല്ലോ. കുടിക്കൂ. ചേച്ചി ചായ കുടിച്ചേ. ചേച്ചി ചായ കുടിച്ചു. താമട്ടാ താമട്ടാ. ചേച്ചി ചായ കുടിച്ചു. ചായ കുടിച്ചു. പനിയെല്ലാം പോയി. ആഹാ, അത്രയുള്ള കാര്യം. ഞാൻ മേലെ ചാടിപ്പോയി. എന്നിട്ട് പാർട്ടിയുടെ അപ്പുറത്തുണ്ട്. ആ, പിന്നെ വലിയ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട. നോക്കിക്കോണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ എങ്ങനെ കറങ്ങിടക്കാനൊന്നും പറ്റില്ല. പോയി റൂമിലേക്ക്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. അയ്യോ, എന്റെ അച്ഛനും അമ്മയും. ഇവിടെ ആരുമില്ലേ? മോനെ ഇങ്ങോട്ട് എന്റെ പൊന്നു മോനെ, നീ ഏതാണ്ട് വിഷം തിന്നെന്നോ വീടി വലിച്ചെന്നോ ചത്തുപോയെന്നോ ഒക്കെ പത്രക്കടലാസി കണ്ടല്ലോടാ. നിന്നെ പോലീസുകാരന്മാർ ഒത്തിരി തല്ലിയോടാ. പത്രത്തിലോ? അമ്മ എന്തായി പറയുന്നത്? പത്രത്തിൽ നിന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ. വീഡിയോ പരിശോധിക്കുന്നത്. ആദ്യം കഞ്ചാവ് വീടി. കോളേജിൽ എന്റെ അടി നടന്നെന്നാ, പോലീസ് വന്നെന്നാ, കുത്തിയെന്നാ, ചത്തെന്നൊക്കെ എനിക്ക് ആദ്യം മൂതി എടുത്തു പോയി. പോലെ പരവരാ എടുത്തപ്പോ മോലാളിന്റെ പരപ്പില്ലൂരെ കയറി ഞങ്ങളിവിടെ വന്ന് ഇവിടെ വന്നപ്പോ ഗേറ്റ് പൊട്ടിയിരിക്കുന്നു. ഇവിടെ നോക്കിയെടുത്താ 15 അടി ഞങ്ങളിവിടെ വന്നത്. പോലെ വല്ല കാര്യമുണ്ടോ? അച്ഛൻ പത്രം വായിച്ചാണോ? അതെങ്ങനെയാടാ? അച്ഛന് എടുത്ത വായന അറിയാവോ? എന്നെ കോഴിക്കല് മേലാഴ വായിച്ച് കേൾപ്പിച്ചേ. ആ, അത് പറ. മേല അച്ഛനെ പറഞ്ഞ് പറ്റിച്ചതാ. ഫോട്ടോ എന്നുള്ളത് നേരെ. അതേ, ഞങ്ങള് കോളേജിൽ ഒരു നാടകം കളിച്ചു. അതിന്റെ ഫോട്ടോയാ. നാടകത്തിൽ ഞാനൊരു വീഡിയോ വലിക്കാരനായിട്ടാ. ആ, അത് പറ. അല്ലെങ്കിൽ മേലാൽ എന്നോട് ചുരുക്കമുണ്ട്. നിന്നെ കോളേജിൽ വിട്ടൊന്നും വായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇനി വന്നേ, പറയട്ടെ. തമ്പ്ര അവിടെ ഇല്ലേ? വണ്ടി കിടപ്പുണ്ടല്ലോ. മുറിയിലുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്നെ കണ്ടല്ലോ, സമാധാനമായില്ലേ? എന്നാപ്പോ എനിക്കും പഠിക്കാനുണ്ട്. മോനെ, ഒട്ടേം പരുപം നെയ്ത് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുവാ നിന്നെ ഇവിടം വരെ എത്തിച്ചത്. നിന്റെ കണ്ണും തെളിഞ്ഞിട്ട് വേണം
ഇളയത്തങ്ങള് 4 എണ്ണമാ. പോട്ടെ മോനെ. പോട്ടേടാ, പോട്ടെ മോനെ.